മുൻ മേയറായിരുന്ന ജയൻ ബാബുവിനെ ആരും പ്രതീക്ഷിച്ചില്ല. ഇന്ന് പാപ്പനംകോട് എന്ന് പറഞ്ഞ പാങ്ങോട് എന്ന് പറയുന്ന വാർഡിൽ അതിഭയങ്കരമായ ഒരു പരാജയം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. വളരെ വോട്ടുകളുടെ വ്യത്യാസത്തോടുകൂടിയ ഒരു പരാജയം ജയൻ ബാബു പ്രതീക്ഷിച്ചില്ല, CPM പ്രതീക്ഷിച്ചില്ല, തിരുവനന്തപുരത്തെ വോട്ടർമാർ പോലും പ്രതീക്ഷിച്ചില്ല. അത്ര വലിയ ഒരു പരാജയം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ് ബേസ്. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളത് പരക്കെ അറിയപ്പെട്ടിരുന്നു. പിന്നീട് ശാസ്ത്രമംഗലത്ത് വന്നപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ശാസ്ത്രമംഗലം അദ്ദേഹം തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ഇത്തവണ BJP ഒരു വോട്ടിന് തോറ്റ കവടിയാർ വാർഡിൽ ശബരിനാഥിനെതിരെ വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഒപ്പം CPM കൂടെ അതുപോലത്തെ ഒരു കട്ടയ്ക്കുള്ള സ്ഥാനാർത്ഥിയെ കൂടെ നിർത്തിയിരിക്കുമ്പോൾ അവിടെ മത്സരം ശക്തമായ ത്രികോണമാകുമ്പോൾ അത് BJPക്ക് അനുകൂലമാകും എന്നുള്ളതാണ് പൊതുവെയുള്ള വ്യാഖ്യാനം. അല്ല, അതാണ് അത് ഈ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരത്ത് വലിയ തിരിച്ചടിയിലേക്ക് പോകില്ലേ, അതോടൊപ്പം തന്നെ തമ്മിൽ തല്ലിലേക്ക് പോകില്ലേ, ഇത് വലിയ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ നേതാക്കൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.